ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ റോഡ് ഫ്രണ്ടേജായി നമുക്ക് കാണാം. നല്ല വീതി കൂടിയ ഒരു റോഡ് ഫ്രണ്ടേജായി 15 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും 1600ഓളം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ ഒരു ഒറ്റ നില വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാൽ രാജഗിരി ഹോസ്പിറ്റൽ കാണാവുന്ന വിധത്തിലാണ് ഈ വീട്. അത്രയും ഡിസ്റ്റൻസിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 15 സെൻറ്റ് ഒറിജിനൽ ലാൻഡാണ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലാണ്. മനോഹരമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു 10ഓളം കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ മുറ്റം. അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന കാർ പോർച്ച് വലിയ ഒരു 2 SUV കാറുകൾ അല്ലെങ്കിൽ ഒരു 3 ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ആലുവ ടൗണിലേക്ക്, ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, ആലുവ ടൗണിലേക്ക് ഏതാണ്ട് ഒരു 5-5.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ ഫ്ലഡ് ബാധിക്കാത്ത 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വീടാണ്. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ചൊരു വീടാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചെങ്കല്ലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ലും മണലും ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വീണ്ടും മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. 2 മെയിൻ ഗേറ്റാണ് ഈ വീടിന് വരുന്നത്. ഒരു വലിയ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നല്ല സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശങ്ങളിലെല്ലാം പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് കാണാം സൈഡ് വശങ്ങളിലും ബാക്ക് വശങ്ങളിലെല്ലാം കടുപ്പ കല്ലുകൾ മനോഹരമായ രീതിയിൽ തന്നെ വിരിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം മാവ്, പ്ലാവ് പോലെയുള്ള ചെറിയ ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇനിയും ധാരാളം പ്ലാന്റുകൾ, മാവ്, പ്ലാവ് പോലെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ സൈഡ് വശങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഒരു അലക്ക് കല്ല് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന അട്രാക്റ്റീവായിട്ടുള്ളത് ഇതിൻ്റെ മുറ്റം തന്നെയാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് മുറ്റം നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ നമുക്ക് കാണാം. ഇത് നമ്മുടെ ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ കാണാവുന്ന അത്രയും ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 600-700 മീറ്റർ മാത്രം ദൂരമാണ് ഈ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നുള്ളൂ. മാത്രമല്ല ഈ മെയിൻ റോഡിലേക്ക്, മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 800ഓളം മീറ്റർ വരുന്നുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോയാൽ വീടിൻ്റെ സിറ്റ് ഔട്ട് നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. തീർത്തും വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് 2 പാളികളായാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ലിവിങ് സ്പേസിൽ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 10-12 പേർക്ക് കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒതുങ്ങിയ ഏരിയയിലാണ് ഇവിടുത്തെ കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ നമുക്ക് കാണാം നല്ല സ്പേഷ്യസായ നീളത്തിലൊരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചൻ്റെ ഒരു ബേർണർ വയ്ക്കുന്ന ഒരു ദിക്ക്, ഒരു ഏരിയ വരുന്നത് കിഴക്കോട്ടാണ്. മാത്രമല്ല ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കിച്ചൻ്റെ ബാക്ക് വശത്തായി നമ്മൾ നേരത്തെ കണ്ടു അത്യാവശ്യം നല്ല സ്പേഷ്യസ് കൂടി തന്നെ മനോഹരമായ ഒരു ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുക. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്കിവിടെ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വർക്ക് ഏരിയയ്ക്കുള്ള ആവശ്യം വരുന്നില്ല, കാരണം കിച്ചൺ നല്ല വലിപ്പത്തിലൊരു കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 3 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് 3 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിംഗ് ആയി നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഇവിടെ മനോഹരമായ ബാത്റൂം, നല്ല ഭംഗിയിലുള്ള വാൾ ടൈൽസുകളാണ് നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂം അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. എക്സോ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് കൂടി തന്നെയുള്ള ബാത്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ഭംഗിയിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകളെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. വാഷ് ബേസിനെല്ലാം നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയ ഒരു നീളത്തിലൊരു ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് 15 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ വീടിൻ്റെ ടെറസിലേക്ക് പോയാൽ ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയൊരു ഫസ്റ്റ് ഫ്ലോറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു ടെറസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർകേസ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ഒരു സ്റ്റോറേജ് സൗകര്യം നമുക്ക് ഈ ഏരിയയിൽ ലഭ്യമാണ്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ശുഭദിനം.